മറ്റ് യുവമോർച്ചയുടെയും മാനവമോർച്ചയുടെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ എല്ലാവർക്കും പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും MLA പദത്തിലിരിക്കാൻ യോഗ്യനല്ല എന്നത് വീണ്ടും തെളിഞ്ഞിരിക്കുക. ഉടനടി പാലക്കാടിന്റെ MLAയെ അറസ്റ്റ് ചെയ്യുവാൻ കേരള പോലീസ് തയ്യാറാണ്. ഇതുപോലുള്ള ഒരു സൈക്കോപാത്തിനെ ഇനി റോഡിലിറങ്ങി നടക്കാൻ അനുവദിച്ചുകൂടാ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് രാഹുലിനെതിരെ ഇത്തരത്തിൽ നിരവധിയായ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ശബ്ദ സന്ദേശവും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്ന പരാതി അതീവ ഗുരുതരമായ പരാതിയാണ്. ആ പരാതി അതിന്റെ ഗൌരവത്തിൽ ഞങ്ങൾ എടുക്കുന്നു. ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഉചിതമായ നടപടി എടുക്കുമെന്ന് സതീശൻ പറഞ്ഞിരുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്തും അദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടികളിൽ സജീവമായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരുടേതായ ഉൾപ്പെടെയുള്ള പരിപാടികളിലെ അദ്ദേഹം പങ്കെടുത്തു. ഒരു വശത്ത് VD സതീശൻ പറയുന്നു, ഞങ്ങളിത് കൂട്ടായി എടുത്ത തീരുമാനത്തിന് പ്രകാരമാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറയുന്നു. മറുവശത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുൾപ്പെടെ രംഗത്ത് വന്നതെന്നുകൊണ്ട് പറയുന്നു, രാഹുലിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കും, സംരക്ഷണമൊരുക്കുമെന്ന് പറയുന്നു. നിരവധിയായ പരിപാടികളിലെ കോൺഗ്രസ് നേതൃത്വവും രാഹുലും ഒരുമിച്ച് നിരവധി പരിപാടികളിൽ പങ്കെടുത്തു. ഈ കഴിഞ്ഞ ദിവസം പാലക്കാടിന്റെ MP പറഞ്ഞു, അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ യോഗത്തില് രാഹുൽ പങ്കെടുക്കുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുണ്ട്, നിങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ല എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. അതേ ആള് പാലക്കാട് MLA തുടരുന്നതിന് ആവശ്യമായ സംരക്ഷണവും ഒരുക്കുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്ന് വ്യക്തമാക്കുവാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവണം. ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു, മറുവശത്ത് രാഹുലിന് ആവശ്യമായ സംരക്ഷണം നൽകുന്നു. ഇന്നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി രണ്ട്, ഈ വിഷയത്തിൽ തുടർച്ചയായി ഈ ശബ്ദരേഖ വന്നതിന് ശേഷം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി തവണ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ശബ്ദരേഖ താങ്കളുടേതാണ് എന്ന് ചോദിച്ചു. അത് എന്റേതല്ല എന്ന് പറയുവാൻ പാലക്കാടിന്റെ MLA തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, ഇത് തന്റേതല്ലെങ്കിൽ ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ് പാർട്ടിയോ ആണ്. അല്പമെങ്കിലും മാനം ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം മാനനഷ്ടത്തിന് പോകണമായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ ഒരു നിയമ നടപടി കൈക്കൊള്ളാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യ മനസ്സാക്ഷിയെയും മരവിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു. അതിനുശേഷം ബോധപൂർവം ആ പെൺകുട്ടിയോട് അബോർട്ട് ചെയ്യുവാനായിട്ട്, ഗർഭഛിദ്രം നടത്തുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഫോഴ്സ്ഫുള്ളി നിർബന്ധിക്കുകയാണ് അദ്ദേഹം അബോർഷൻ ചെയ്യുന്നതിനായിട്ട്. ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഇന്ന് കേരളം മുഴുവൻ കേട്ടതാണ്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് അവരെ ബോധപൂർവം ഗർഭിണിയാക്കുകയും തുടർന്ന് ഗർഭഛിദ്രത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലൊരു സൈക്കോപാത്തായിട്ട്
പാലക്കാടിന്റെ MLA മാറിയിരിക്കുകയാണ്. അദ്ദേഹം MLA ആയിട്ട് തുടരുന്നതിനല്ല, ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് തന്നെ അദ്ദേഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള യോഗ്യതയോ അർഹതയോ ഇല്ല. ഇവിടെ ഇത്തരത്തിൽ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ച് ഗർഭിണിയാക്കുന്നു. ആ ഗർഭിണിയാക്കിയതിനു ശേഷം ആ ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു. കൊല്ലുമെന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുന്നു. ആ പെൺകുട്ടി ശാരീരികമായും മാനസികമായും അത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി കരഞ്ഞപേക്ഷിക്കുകയാണ്. ഈ കരച്ചിൽ കേരളം മുഴുവൻ കാണുന്നുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കാണുന്നുണ്ട്. ഇതിനെ കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഒരു മാപ്പ് പറയുന്നത് കൊണ്ടോ ഒരു MLA സ്ഥാനത്ത് നിന്ന് മാറുന്നത് കൊണ്ടോ അല്ല ഈ പെൺകുട്ടിക്ക് മറുപടി നൽകേണ്ടതായിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാനാവാത്തതാണ്. ഇവിടെ കേരളം ഭരിക്കേണ്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറാവണം. കേരള പോലീസ് അദ്ദേഹത്തെ സ്വമേധയാ അറസ്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറാവണം. കാരണം ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളം മുഴുവനുമുള്ള സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ള അമ്മപെങ്ങന്മാരുൾപ്പെടെയുള്ള സഹോദരിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഈ വാർത്ത കേട്ടത് വളരെയധികം ഞെട്ടലോടുകൂടിയാണ്. ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്ത് ഇന്നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും അവർക്കാവശ്യമായ ഒരു ജീവിത സാഹചര്യവും ഒരുക്കി കൊടുക്കേണ്ട ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്, മാതൃകയാവേണ്ട ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചത്. ഇതൊരു വീഴ്ച മാത്രമല്ല, ഇത് ഒരു സൈക്കോപാത്ത് എങ്ങനെയാണോ പെരുമാറുക അത്തരത്തിൽ ഒരു മാനസിക രോഗിയെ പോലെയാണ് പാലക്കാടിന്റെ MLA പെൺകുട്ടികളോട് ഇത്തരത്തിൽ ഇടപഴകിയിരിക്കുന്നത്. ഇതിന് കാലം നിങ്ങൾക്ക് മറുപടി തരുമെന്ന കാര്യത്തില് യാതൊരുവിധ തർക്കവുമില്ല. നിങ്ങൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടികളുടെ ശാപത്തിന് ഇന്നാട്ടിലെ അമ്മ പെങ്ങന്മാർക്ക് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പാലക്കാടിന്റെ MP ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ഈ ശബ്ദരേഖ വന്ന പശ്ചാത്തലത്തില് കോൺഗ്രസുകാരായിട്ടുള്ള ആളുകള്, ഇന്നാട്ടിലെ കോൺഗ്രസിന്റെ വനിതകളായിട്ടുള്ള നിരവധി നേതാക്കന്മാരുണ്ട്. അവരെന്താണ് മറുപടി പറയുന്നത് എന്ന് ഇന്നാട്ടിലെ ജനങ്ങളോട് വ്യക്തമാക്കുവാൻ തയ്യാറാവണം. ഇദ്ദേഹത്തിനെതിരെ ഒരു സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിലൂടെ ഒന്ന് പ്രതികരിച്ചു എന്ന ഒറ്റ കാരണത്താൽ കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാർക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള മാനസിക പീഡനങ്ങളാണ്, സൈബർ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്ന് നമ്മൾ ഈ കേരളം കണ്ടതാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പുറകിലുള്ള ആളുകള് ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്. അദ്ദേഹം ആരുടെയൊക്കെ വോട്ട് വാങ്ങിയാണ് ഈ പാലക്കാട് വിജയിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാം. അവരുടെ പിടിയിലാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുലിനെ വിജയിപ്പിച്ച ആളുകൾ ഇവിടുത്തെ മതമൌലികവാദികളുടെ പിടിയിലാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുലിനെതിരെ ഓരോ ദിവസവും ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഇന്നേരം വരെയും ഈ നിമിഷം വരെയും പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിച്ചിട്ടും ആ ശബ്ദരേഖ തന്റേതല്ല എന്ന് തള്ളിപ്പറയുവാൻ രാഹുൽ തയ്യാറായിട്ടില്ല. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉടനടി ഈ ഒരു മാനസിക രോഗിയെ, ഈ സൈക്കോപാത്തിനെ ഉടനടി അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുവാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. BJPയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കള്ളുകുടിയും പെണ്ണുപിടിയും കൈപ്പടിയാക്കി
കൈപ്പിണിയാക്കിയ കോൺഗ്രസ് നാട്ടിലെ നമ്മുടെ സഹോദരിമാരെ കണ്ണും കയ്യും കാണിച്ച് കൈക്കലാക്കി പീഡിപ്പിക്കും നാണം കെട്ടത് എംഎൽഎ കഞ്ഞി വിഴിഞ്ഞ കതറുമിട്ട് 32 പല്ലും കാട്ടി സോദരിമാരുടെ മാനം കളയാൻ കോൺഗ്രസിന്റെ എംഎൽഎ വേണ്ട പാലക്കാടിന് വേണ്ട വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഗൂഗിൾ പേയും പോസ്റ്റുമിട്ട മെസ്സേജ് മരിച്ച് സോദരിമാരുടെ മാനം കളയാൻ എംഎൽഎ നമുക്ക് വേണ്ടേ വേണ്ട പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം കള്ളുകുടിയും പെണ്ണുപിടിയും കൈപ്പണിയാക്കിയ കോൺഗ്രസ് നാട്ടിലെ നമ്മുടെ സഹോദരിമാരെ കണ്ണും കയ്യും കാണിച്ച് കൈക്കലാക്കി പീഡിപ്പിക്കും നാണം കെട്ടൊരു എംഎൽഎ കഞ്ഞി പിഴിഞ്ഞ കതറുമിട്ട് 32 പല്ലും കാട്ടി സോദരിമാരുടെ മാനം കളയാൻ കോൺഗ്രസിന്റെ എംഎൽഎ വേണ്ട പാലക്കാടിന് വേണ്ട വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഗൂഗിൾ പേയും പോസ്റ്റുമിട്ട മെസ്സേജ് അയച്ച് സോദരിമാരുടെ മാനം കളയാൻ എംഎൽഎ നമുക്ക് വേണ്ട ജയ് ബിജെപി ജയ് ഭാരത് മാതാ ചേച്ചി എങ്ങനെ വരിക കൈപ്പണിയാക്കിയ കോൺഗ്രസ് നാട്ടിലെ നമ്മുടെ സോദരിമാരെ കയ്യും കാണിച്ചിട്ട് ജയ് ബിജെപി BJP!
കള്ളുപിടിയും പെണ്ണുപിടിയും കൈപ്പിടിയാക്കിയ കോൺഗ്രസ് രാജിവെച്ചേ പുറത്തുമാകും. ബിജെപിയുടെ പ്രതിഷേധം. Hello.